എറണാകുളത്തെ ആതിര ഗോൾഡൻ സിൽക്സ് ഉടമകൾ നടത്തിയ തട്ടിപ്പിൽ സംസ്ഥാന വ്യാപകമായി ആളുകൾ വഞ്ചിക്കപ്പെട്ടുവെന്ന തട്ടിപ്പിനിരയായവരുടെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. 5000-ലധികം പേർ പറ്റിക്കപ്പെട്ടുവെന്നാണ് ഇരകൾ പറയുന്നത്. നിക്ഷേപകർ ശേഖരിച്ച വിവരങ്ങൾ പ്രകാരം 25 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. നിക്ഷേപ പദ്ധതികൾ, സ്വർണ്ണ പദ്ധതികൾ, തുക സമാഹരണം തുടങ്ങിയ പേരുകളിലാണ് ആതിര ഗോൾഡ് ആൻഡ് സിൽക്സ് ഉപഭോക്താക്കളിൽ നിന്ന് പണം സ്വീകരിച്ചത്. ഇവർ പിന്നീട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കോടികൾ വായ്പയെടുത്തു. എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതോടെ സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയെന്നാണ് പണം നഷ്ടമായവരുടെ പരാതി. ഇതിനിടെ 12 കോടിയോളം രൂപയുടെ സ്വർണം മാസങ്ങൾക്ക് മുൻപ് ഉപഭോക്താക്കൾക്ക് തിരികെ നൽകി. എന്നാൽ ബാക്കി സ്വർണവും പണവും എവിടെയെന്നാണ് പണം നഷ്ടമായവർ ചോദിക്കുന്നത്. നമ്മൾക്ക് ഏകദേശം 20-25 കോടിയോളം നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ ആൾക്കാർക്കുണ്ട് തരാനായിട്ട്. അപ്പൊ നമ്മൾക്ക് തരാനുള്ള ഈ ഫണ്ട് എല്ലാം അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവർ തരാൻ തയ്യാറാവാതെ എന്തുകൊണ്ട് ഇവരിത് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു എന്ന് നമുക്ക് അറിയില്ല. ഇനി ഏത് വാതിലാണ് മുട്ടേണ്ടത് എന്നുള്ള ഒരു പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ജോലിക്ക് പോകുന്ന, ഒരുപാട് വീട്ടുപണി എടുക്കുന്ന, അങ്ങനെയുള്ള കുറേ സാധാരണപ്പെട്ട കുറേ ചേച്ചിമാരുണ്ട് ഇതിൽ. അവരുടെ എല്ലാം കരച്ചിലും അവരുടെ കഥകളും കേട്ട് കഴിഞ്ഞാൽ നമുക്കത് നിൽക്കാനാവില്ല. കഴിഞ്ഞ ദിവസം ഇവരുടെ ഷോറൂമിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങൾ തമിഴ്നാട് സ്വദേശിക്ക് നിസാര വിലയ്ക്ക് മറിച്ചു വിൽക്കാൻ ശ്രമിച്ചതായി നിക്ഷേപകർ പറഞ്ഞു. നിക്ഷേപകർ ഇത് തടഞ്ഞു. 8 കോടിയോളം രൂപയുടെ തുണിത്തരങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഷോറൂമിലുണ്ടായിരുന്ന വലിയ മൂല്യം വരുന്ന ഫർണിച്ചറുകൾ കാണാതായെന്ന് സംശയിക്കുന്നതായും പണം നഷ്ടമായവർ പറഞ്ഞു. അമ്മമാരിയത് നമുക്കുള്ള പല സ്വർണ്ണങ്ങളും ഈ പറഞ്ഞ 5 പവനും 10 പവനും 15 പവനൊക്കെ ആയിട്ട് കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന പഴയ സ്വർണ്ണങ്ങൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പണിക്കൂലില്ലാണ്ട് പുതിയ സ്വർണ്ണം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്ന കുറേ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അതിനകത്ത് 7 കോടിയോളം രൂപയുടെ ഗാർമെന്റ്സ് ഉണ്ടായിരുന്ന ആ സാധനമാണ് ഇന്നലെ 45 ലക്ഷം രൂപയ്ക്ക് ഈ പറഞ്ഞ കോട്ടക് മഹീന്ദ്ര ബാങ്ക് തന്നെ തമിഴ്നാട്ടിൽ നിന്നൊരു ബയ്യറിനെ കൊണ്ടുവന്നിട്ട് അത് വിൽക്കാനായിട്ട് ശ്രമിച്ചത്. നേരത്തെ അറസ്റ്റിലായ ആതിര ഗോൾഡ് ആൻഡ് സിൽക്സ് ഉടമകൾ ജാമ്യത്തിലിറങ്ങിയെങ്കിലും പിന്നീട് ലഭിച്ച പരാതികളെ തുടർന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും അറസ്റ്റിലായിരുന്നു. പോലീസിനെ കൂടാതെ മറ്റ് ഏജൻസികളും ഈ വലിയ തട്ടിപ്പിനെ പറ്റി അന്വേഷിക്കണമെന്നാണ് ഇരകളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.